ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ ഡിവിഷൻ വേദിയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. 290 ദിവസമായ ഇന്ന് നമ്മുടെ അതിഥി ശ്രീ സമീർ വേളം സാറാണ്. കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ, പാരന്റിംഗ് രംഗങ്ങളിൽ 20ഓളം വർഷത്തെ ദീർഘമായ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കൂടാതെ GMVHSSലെ +2 ടീച്ചറും സിജി എഡ്യൂക്കേറ്ററും CG ആൻഡ് AC സ്റ്റേറ്റ് ഫാക്കൽറ്റിയുമാണ് ബഹുമാനപ്പെട്ട സമീർ സർ. വളരെ കൗതുകമുണർത്തുന്ന, ചിന്തിപ്പിക്കുന്ന അങ്ങനെയൊന്നുണ്ട് എന്ന വിഷയത്തെക്കുറിച്ചാണ് സാർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരിത്തിരി ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ്. ഏറെ ആദരവോടെ സമീർ സാറെ ഡിവിഷൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിൽ കൂടെയുള്ള ഷമീമ മാഡം, ടീം മെമ്പേഴ്സ്, ഡിവിഷനെ നെഞ്ചേറ്റിയ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സമീർ സാറെ ക്ഷണിക്കുന്നു. ഓവർ ടു യു സർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. ആദ്യമായി എൻ്റെ വീഡിയോ ചെറിയ ടെക്നിക്കൽ പ്രോബ്ലംസ് കാണിക്കുന്നു. ഏതായാലും അത് പരിഹരിച്ചുകൊണ്ട് മീറ്റിങ്ങിൽ കിടക്കാനുള്ള സമയമല്ല ഇതെന്നറിയാം. എങ്കിലും ഞാൻ വീഡിയോ ഇല്ലാതെ തുടരുകയാണ്. പ്രയാസമില്ലല്ലോ? ഇല്ല സർ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ ആദ്യമായി ഇതിന്റെ മുടക്കമില്ലാതെ നടക്കുന്ന ഈ സി ഡിവിഷൻ പ്രോഗ്രാമിന്റെ അണിയറ പ്രവർത്തകളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ ഈ സംസാരം ശ്രവിക്കുന്ന എല്ലാവരെയും ഈ ഒരു മോർണിംഗ് സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. നസീബ, പ്രിയ സുഹൃത്ത് നസീബ ബഷീറാണ് ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതുള്ള നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ. അങ്ങനെയൊന്നുണ്ട് എന്നാണ് ഈ ടോപ്പിക്കിന്റെ തലക്കെട്ട്. ഒരിക്കല് ഒരു ധനാഢ്യനായ ബിസിനസ്സുകാരൻ ഒരു രാത്രി അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള കാറിൽ രാത്രി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഒരു വിജനമായ പ്രദേശത്തെത്തി. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി തന്റെ കാറിന്റെ യാത്രയിൽ ചില പ്രയാസങ്ങളുണ്ടെന്ന് തോന്നി. അദ്ദേഹം പുറത്തിറങ്ങി ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് കാറിന്റെ ഒരു ടയർ പഞ്ചറായിരിക്കുന്നു. വിജനമായ പ്രദേശമാണ്, തൊട്ടടുത്ത് ആരുമില്ല. പെട്ടെന്ന് അദ്ദേഹം അതിനുവേണ്ടി ഒരു ഹെൽപ്പറെ തേടാൻ വേണ്ടി മൊബൈൽ ഫോൺ എടുത്തത്. അപ്പോഴാണ് മനസ്സിലായത് മൊബൈൽ ഫോണിൽ റേഞ്ചും ഇല്ല. അങ്ങനെ പെട്ടെന്ന് കാറിന്റെ ഡിക്കിയിൽ ടയറുണ്ടോ എന്ന് തപ്പി നോക്കിയത്. അപ്പോൾ ടയറുണ്ട്, പക്ഷേ അത് ഘടിപ്പിക്കാനുള്ള ഉപകരണങ്ങളൊന്നും കാറിലുണ്ടായിരുന്നില്ല. അദ്ദേഹം ആകെ ബേജാറായി. ഇനി എന്ത് ചെയ്യും? ചുറ്റും പ്രദേശത്ത് കണ്ണോടിച്ച് ഒന്നും ആരുമില്ല, ഒരു വീടും ഒരു വെളിച്ചവും ഇല്ല. വളരെ വിജനമായ പ്രദേശമാണ്. അവസാനം അദ്ദേഹം ദൈവത്തെ തന്നെ ആത്മാർത്ഥമായിട്ട് വിളിച്ചുപോയി, ആരാണ് ദൈവമേ എന്നെ ഇവിടെ രക്ഷിക്കാനുള്ളത്? കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു അപരിചിതനായ മനുഷ്യൻ കയ്യിലൊരു വടിയുമായിട്ട് നടന്ന് കാറിനടുത്തേക്ക് വരുന്നത് കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ വിജനമായ പ്രദേശത്ത് ചിലപ്പോൾ കൊള്ളക്കാരോ മറ്റോ ആയിരിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം ഉടൻ തന്നെ കാറിൽ കയറിയിരുന്ന് ഡോറുകൾ അടച്ചു. ഗ്ലാസുകൾ മുഴുവൻ പൊക്കിയിട്ടും അദ്ദേഹം ആ മനുഷ്യൻ കാറിന്റെ അടുത്തേക്ക് വന്ന് ഗ്ലാസിൽ തട്ടി താഴ്ത്താൻ പറഞ്ഞു. വളരെ പേടിയോടെ അദ്ദേഹം ഗ്ലാസ് താഴ്ത്തി. അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, എന്താണ് നിങ്ങൾ ഇവിടെ നിന്ന്, എന്തോ ഒരു പ്രയാസമുണ്ടല്ലോ താങ്കൾക്ക്? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിലെ വടി അദ്ദേഹം ശ്രദ്ധിച്ചത്. അത് ശരിക്കും ഈ കാറിന്റെ ടയർ പഞ്ചറടക്കാനുള്ള ടയർ മാറ്റി കൊടുക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പ്രയാസം ദൂരീകരിച്ചു കൊടുത്തു, ടയർ മാറ്റി കൊടുത്തു. അദ്ദേഹം യാത്ര പറയാൻ പോകുമ്പോൾ വലിയൊരു തുക എടുത്ത് ഇദ്ദേഹത്തിന് വെച്ച് നീട്ടി. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല. ഒരു പ്രയാസഘട്ടത്തിൽ ചെയ്ത സഹായത്തിന് ഞാൻ തുക സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, എന്നാലും എന്താണ് ഈ ഒരു വിജന പ്രദേശത്ത് ആരുമില്ലാത്തൊരു സമയത്ത് എനിക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചെയ്യാൻ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു,
അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തോട് താങ്ക്സ് പറഞ്ഞ് അദ്ദേഹം കാറും കൊണ്ട് മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് മനസ്സിൽ അദ്ദേഹം ചിന്തിച്ചു നോക്കിയത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ, എന്തോ ഒന്നുണ്ടാവില്ല, എങ്കിലും എന്താണ് അദ്ദേഹം അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പലപ്പോഴും നമ്മോട് പലപ്പോഴും അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. എങ്കിലും അവരുടെ ഉള്ളിൽ എന്തോ ഒന്ന് ഉണ്ടാകും, അങ്ങനെയൊന്നുണ്ട്. വിദ്യാർത്ഥികളോട് നമ്മൾ പലപ്പോഴും ഭാവിയെ പറ്റി ചോദിക്കുമ്പോൾ, പല ക്ലാസ്സുകളിലും ഭാവിയെ പറ്റി ചോദിക്കുമ്പോൾ അതില് പകുതിയിലേറെ കുട്ടികളും പറയുന്ന ഒരു വാക്കാണ് അങ്ങനെയൊന്നുമില്ല. നമ്മള് നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ പരിചിതരോട് പല കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ എന്ന് തീർക്കും ഇത്, വീട് പണി നടക്കുകയാണെങ്കിൽ എന്ന് തീർക്കും ഇത്, അപ്പോൾ അവർ പറയും അങ്ങനെയൊന്നുമില്ല. എന്താണ് ഭാവിയിലെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊന്നുണ്ട്. ഈ പറയുന്നവരിൽ 90% ഉള്ളിലും അമൂർത്തമായ എന്തോ ഒന്നുണ്ടാകും, അങ്ങനെയൊന്നും ഉണ്ടാകും. ആ ഉള്ള ഒന്നിനെ പുറത്തെടുക്കലാണ് ശരിക്കൊരു മെന്ററുടെ പണി എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ ഉള്ളിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഉള്ളിൽ, നിങ്ങളുടെ കുടുംബക്കാരുടെ ഉള്ളിൽ അവരുടെ മുന്നിലേക്കുള്ള ജീവിതത്തിന്റെ അമൂർത്തമായൊരു അങ്ങനെയൊന്നുണ്ട്, അവരുടെ മനസ്സിൽ അങ്ങനെയൊന്നുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന 90% അവരുടെ ഉള്ളിൽ അങ്ങനെയൊന്നുണ്ടെങ്കിൽ പോലും അത് പറയാൻ മടിക്കുന്നവരാണ്. കാരണം വ്യത്യസ്തമായ കാരണങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, അത് പറയാനുള്ള ആള് നിങ്ങളായിട്ടില്ല അവർക്ക്. അവരുടെ ഉള്ളിലുള്ള ഈ അമൂർത്തമായ അങ്ങനെ ഒന്നുള്ളത്, ആ ഒരു ലക്ഷ്യം പറയാൻ പറ്റുന്നതാണോ എന്ന് അവർക്ക് തീർച്ചയില്ല. ഇനി എനിക്കതിന് കഴിയുമോ എന്നതും അവർക്ക് തീർച്ചയില്ല. അതുകൊണ്ട് തന്നെ അവർ പറയും അങ്ങനെയൊന്നുമില്ല, എങ്കിലും അവരുടെ മനസ്സിൽ അങ്ങനെയൊന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു സന്ദർഭം, പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ, നമ്മുടെ കുടുംബങ്ങളിൽ മുഖത്ത് വലിയ പ്രയാസങ്ങളുമായി നടക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. അവരുടെ ഉള്ളിൽ, മനസ്സിലെന്തോ അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. നീ വല്ലാത്ത പ്രയാസത്തിലാണല്ലോ എന്ന് ചോദിച്ചാൽ അവർ പറയും അങ്ങനെയൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊന്നുണ്ട്. അവരുടെ ഉള്ളിൽ നീറുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന, അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുന്ന എന്തോ ഒന്ന് ഉള്ളിലുണ്ട്. അങ്ങനെയൊന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളോട് അവർ പറയും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. അപ്പൊ ഈ വെറുതെ തോന്നുന്നതല്ല, ശരിക്കും അങ്ങനെയൊന്നുണ്ട്. ഈ അങ്ങനെയുള്ള അവരുടെ മനസ്സിനെ മതിക്കുന്ന, അവരുടെ മനസ്സിനെ വേട്ടയാടുന്ന അങ്ങനെയൊന്നും ഉള്ളത് പുറത്തു കൊണ്ടുവരേണ്ടത്, ആ അങ്ങനെ ഉള്ള ആ ഒരു പ്രയാസത്തെ പുറത്തു കൊണ്ടുവരേണ്ട മെന്റർമാരെ അവർക്ക് ആവശ്യമുണ്ട്. ആ മെന്ററെ കാണാത്തിടത്തോളം, നിങ്ങളാണ് അല്ല ഞാനാണ് ആ മെന്റർ എന്ന് അറിയാത്തിടത്തോളം അവർ അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് പേർ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു മനസ്സിന്റെ ഉള്ളിൽ അവരെ നീറ്റുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന എന്തോ ഒന്ന് മനസ്സിൽ വെച്ച് നടക്കുന്നവരാണ്. അങ്ങനെയൊന്നുണ്ട്, അത് നമുക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് അവരുടെ മെന്ററാകാൻ കഴിയണമെങ്കിൽ ആ അവരുടെ മനസ്സിനെ തുറക്കുന്ന ഒരു താക്കോല് നമ്മുടെ കയ്യിലെത്തേണ്ടതുണ്ട്. ആ താക്കോലിന്റെ പേരാണ് ട്രസ്റ്റ് എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തിന്റെ, അല്ലെ നമ്മുടെ സ്റ്റുഡന്റിന്റെ, അല്ലെ നമ്മുടെ അയൽക്കാരന്റെ, നമ്മുടെ കുടുംബക്കാരന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെയൊന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും ആ ഒന്നിനെ എഴുതി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വലിയൊരു താക്കോൽ കൊണ്ട് തുറക്കേണ്ടിയിരിക്കുന്നു അവരുടെ മനസ്സിനെ. അതാണ് ട്രസ്റ്റ് എന്നുള്ളത്. ഈ ട്രസ്റ്റ് ആർജിച്ചെടുക്കാനുള്ള കുറേ വഴികൾ ഉണ്ടാകേണ്ടതുണ്ട്. അതായത് എൻ്റെ ഉള്ളിലുള്ള, ഞാൻ ആരോടും പറയാത്ത,
ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല, അത് പറയേണ്ടതില്ലാത്ത ആളാണ് എന്ന് ബോധ്യപ്പെട്ട ആള്. അതേസമയം അങ്ങനെയൊന്നുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റിയ ആളെ ഞാൻ കണ്ടെത്തിയിട്ടില്ല എന്ന് തോന്നുന്ന മനുഷ്യന്മാരാണ് നമുക്ക് ചുറ്റും. പക്ഷേ അങ്ങനെ പറയാനുള്ള ആളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് തോന്നുന്ന വിധം അവരുടെ മനസ്സിലേക്ക്, അവരുടെ ഉള്ളിലേക്ക്, അവർക്ക് അവരുടെ വിശ്വസ്തനായി ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് നമുക്ക് കയറാൻ പറ്റുക എന്നതാണ് ഏറ്റവും മഹനീയമായ പ്രവർത്തനം എന്നുള്ളത്. എന്നാണ് അവർ തിരിച്ചറിയുന്നത് എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ദുഃഖം പങ്കുവെക്കേണ്ട ആളാണ് ഇദ്ദേഹം എന്ന് തിരിച്ചറിയുന്നത്, അന്ന് അവർ പറഞ്ഞു തുടങ്ങും. നമ്മൾ കേൾക്കാൻ ചെവി കൊടുത്താൽ അവർ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ അങ്ങനെയൊന്നില്ല എന്ന് പറയുന്നവരുടെയൊക്കെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നുള്ളത്, എന്തോ ഉണ്ട്, അത് തുറന്ന് പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ചുറ്റും കാണുന്ന വിദ്യാർത്ഥികൾ പലരും 90% ഉള്ളിലെന്തോ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഉള്ളിലെന്തോ ഉണ്ട്. അവരുടെ ഉള്ളിൽ അവർ സ്വപ്നം കണ്ട, അവർ ചെറുപ്പം മുതലേ സ്വപ്നം കണ്ട ചില ലക്ഷ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാകും. പക്ഷേ അതാരോടും പറയാൻ പറ്റുമോ? അതത്രയും മൂർത്തമാണോ? അതെനിക്ക് പറ്റിയതാണോ എന്നൊന്നും അറിയാതെ, പറയാൻ ധൈര്യമില്ലാതെ ചോദിക്കുന്നവരോട് വളരെ എളുപ്പത്തിൽ പറയുന്നൊരു വാക്കാണ് അങ്ങനെയൊന്നുമില്ല. അവരോട് നമുക്ക് പറയാൻ പറ്റണം അങ്ങനെയൊന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 90% ശേഷമുള്ള 10%, അത് സത്യസന്ധമായി അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നവരാണ്. അവർക്ക് കഴിവുണ്ടാകും, അവർക്ക് സ്കില്ലുകൾ ഉണ്ടാകും, പക്ഷേ അവർക്ക് എന്താണ്, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ലക്ഷ്യം എന്ന ധാരണ ഉണ്ടാവില്ല. അവർ സത്യസന്ധമായി നമ്മോട് പറയും അങ്ങനെയൊന്നുമില്ല. അവിടെയും അങ്ങനെയൊന്നുണ്ട് എന്ന വിത്തിടേണ്ടത് നമ്മളാണ്. ആ വിത്തിടാൻ നേരത്തെ പറഞ്ഞ ട്രസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, അവരുടെ കഴിവുകളെ മനസ്സിലാക്കേണ്ടതുണ്ട്, അവരുടെ കാപ്പബിലിറ്റീസുകളെ മനസ്സിലാക്കേണ്ടതുണ്ട്, അവർക്ക് വഴികൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ വഴികളിൽ അവർ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ ഏറ്റവും മൂർത്തമായ നാം പറഞ്ഞ അങ്ങനെയൊന്നുണ്ട് എന്നത്, എനിക്ക് ജീവിതത്തിൽ അറ്റൈൻ ചെയ്യേണ്ട വലിയ ചില കാര്യങ്ങളുണ്ട്, അങ്ങനെയൊന്നുണ്ട് എന്ന വിത്ത് മുളപ്പിക്കേണ്ടവർ നമ്മളാകുന്നത്. ഇങ്ങനെ മനുഷ്യരൊക്കെയും ഉള്ളിൽ ചില ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് അത് പറയേണ്ട സ്ഥാനങ്ങൾ കാണാതെ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നവരാണ്. ഇങ്ങനെ പലപ്പോഴും ഇങ്ങനൊരു വിഷയം മനസ്സിലേക്ക് വരാൻ കാരണം പലപ്പോഴും ക്ലാസ്സുകൾ നടത്തിയ, ഇന്ററാക്ട് ചെയ്ത അനുഭവങ്ങളിൽ 50%-ലധികവും നമ്മളോട് പറയുന്നവരാണ് അങ്ങനെയൊന്നുമില്ല എന്നുള്ളത്. അത് ചിലപ്പോൾ ലക്ഷ്യബോധങ്ങളെ പറ്റിയാകും, അത് ചിലപ്പോൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യഥകളെ പറ്റിയാകും. അപ്പോഴൊക്കെ അവർ പറയുന്നത് അങ്ങനെയൊന്നുമില്ല എന്നാണ്. അത് ഞാൻ തന്നെ ഉള്ളിൽ കൊണ്ടു നടന്നോളാം. പക്ഷെ അങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടതല്ല അത്. അത് ഒരാളോട് വിശ്വസ്തരായ ഒരാളോട് പറഞ്ഞു തീർക്കേണ്ടതാണ്. മറ്റൊന്ന്, ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളിൽ നിന്ന് ഗൈഡൻസ് ലഭിച്ചതിന് ശേഷം മൂർത്തമായ ഒരു ലക്ഷ്യമാക്കി മാറ്റേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ചുറ്റും നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ആളുകൾക്ക് നമുക്ക് പറയാൻ പറ്റണം അങ്ങനെയൊന്നുണ്ട്. അതോടൊപ്പം അവർക്കും പറയാൻ പറ്റണം അങ്ങനെയൊന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഇനി എൻ്റെ ലക്ഷ്യബോധമില്ലാത്ത, അതേസമയം ലക്ഷ്യബോധം മനസ്സ് സൂക്ഷിക്കുകയും അത് മൂർത്തമായി അവതരിപ്പിക്കാൻ പറ്റാത്ത, അതെങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്ന് അറിയാത്ത നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെയൊന്നുണ്ട്, അതിനിന്ന വഴികളുണ്ട്, അതിനിന്ന ഇത്ര സമയങ്ങൾ വേണ്ടിവരും, അതിനിത്ര അധ്വാനങ്ങൾ വേണ്ടിവരും. അപ്പോഴാണ് അവർക്കും ആത്മവിശ്വാസം ഉണ്ടാകുക. അങ്ങനെയൊന്നുണ്ട്, ജീവിക്കാൻ, ലക്ഷ്യം നേടാൻ അങ്ങനെയൊന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഒന്നുകൂടി അധ്വാനിക്കേണ്ടതുണ്ട്, ഒന്നുകൂടി പരിശ്രമിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനസ്സിലുള്ള അങ്ങനെയൊന്നുമില്ല എന്ന മൂടുപടം കൊണ്ട് മറച്ച,
അതേസമയം മനസ്സിൽ ആഗ്രഹങ്ങൾ, അമൂർത്തമായ ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് മുമ്പിൽ ആ മൂടുപടത്തെ മാറ്റി അങ്ങനെയൊന്നുണ്ട്, അതിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു മൂടുപടത്തെ മാറ്റിക്കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള മെന്റർമാരെയാണ് ആളുകൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഗൈഡുമാരെയാണ് വിദ്യാർത്ഥികൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈഡുമാരാകുക, മെന്റർമാരാകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊന്നുകൂടി, മൂന്നാമതൊരു തലം കൂടി ഈ ഒരു വിഷയത്തിൽ നാം കാണേണ്ടതുണ്ട്. പ്രപഞ്ചത്തിലെ അറിവുകൾ പലപ്പോഴും അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നാം ഇന്നുവരെ അറിഞ്ഞത് മാത്രമാണ് അറിവെന്ന് സങ്കല്പിച്ചാൽ നമുക്ക് പറയേണ്ടി വരും അങ്ങനെയൊന്നുമില്ല. 10-20 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാളെ വിളിച്ച് ഇന്ന് നമ്മളെ ഉപയോഗിക്കുന്ന ഈ ഒരു ഓൺലൈൻ സംവിധാനം, ഈ ഒരു മൊബൈൽ സംവിധാനം, ഈ ഒരു മീറ്റിംഗ് സംവിധാനമൊക്കെ ഒരാള് 10-20 വർഷങ്ങൾ മുമ്പ് മരിച്ചുപോയ ഒരാള് തിരിച്ചു വരികയാണെന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തോട് നമ്മളിത് പറഞ്ഞാൽ അദ്ദേഹം പറയും അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, അത് നിങ്ങൾ വെറുതെ പറയുന്നതാണ്, നിങ്ങൾക്ക് മാനസിക നില തെറ്റിയത് കൊണ്ടാണ്, അങ്ങനെയൊന്നുമില്ല, സത്യത്തിൽ അങ്ങനെയൊന്നുണ്ട്. നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ടത് ഇതിനും അപ്പുറവുമുണ്ട്, ഇതിനും അപ്പുറവും കാര്യങ്ങളുണ്ട്. നാം വിചാരിച്ചതുപോലെയല്ല. വിജ്ഞാനത്തിന്റെ വലിയ ശേഖരങ്ങൾ നമുക്ക് ഇനിയും ലഭിക്കാതെ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിമിതമായ അറിവിന്റെ അപ്പുറവും അറിവുകളുണ്ട്. അങ്ങനെ ഒന്നുണ്ട്, അതിനും അപ്പുറവും ഒന്നുണ്ട് എന്നും നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വരാൻ വളരെ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ AI കാലത്ത് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിമിതമായ അറിവിന്റെ അപ്പുറവും അറിവുകളുണ്ട് എന്നുള്ള ധാരണ, അപ്പോഴാണ് നമ്മൾ ഒന്നുകൂടി വിനയാന്വിതനാകുന്നത്. നാം നേടിയത് മാത്രമല്ല, അതിനപ്പുറവും അറിവുകളുണ്ട്. ഇനിയും ഒരുപാട് അറിവിന്റെ വിസ്ഫോടനങ്ങൾ ലോകത്ത് നടക്കാനുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ 3 തലങ്ങളിലാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ കാണേണ്ടത്. അങ്ങനെയൊന്നുണ്ട്, അങ്ങനെയൊന്നില്ല, അങ്ങനെയൊന്നുമില്ല എന്ന നെഗറ്റീവിൽ നിന്ന്, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല എന്ന ആ ഒരു നെഗറ്റീവ് വാചകങ്ങളിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ളവരെ അങ്ങനെയൊന്നുണ്ട് എന്ന പോസിറ്റീവിലേക്ക് പരിവർത്തിപ്പിക്കുന്ന ഒരു പണിയാകണം നമ്മുടെ ദൗത്യം എന്നുള്ള തിരിച്ചറിവാണ് ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അമൂർത്തമായ മനസ്സിന്റെ അകത്തളങ്ങളിൽ അമൂർത്തമായി നിൽക്കുന്ന ലക്ഷ്യങ്ങളെ മൂർത്തമായി മാറ്റാൻ നാം ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ തട്ടലും മുട്ടലുകളുമാണ്. മനുഷ്യന്റെ മനസ്സിൽ പലപ്പോഴും അവരുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളെ തടസ്സപ്പെടുത്തുന്ന ചെറിയ ചെറിയ ചിന്തകളെ, ചെറിയ ചെറിയ പ്രയാസങ്ങളെ, അങ്ങനെയൊന്നുമില്ല എന്ന് ആരോടും പറയാതെ അവർ കൊണ്ടു നടക്കുന്ന പ്രയാസങ്ങളെ അവിടെ മനസ്സിന്റെ വാതിൽ തുറന്നുകൊണ്ട് അങ്ങനെയൊന്നുണ്ട്, അത് പരിഹരിക്കപ്പെടാം, അതിന് വഴികളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന, അവരുടെ മനസ്സ് തുറക്കുന്ന വിശ്വാസത്തിന്റെ താക്കോലുകളാകാൻ, ചെറിയ ചെറിയ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ലക്ഷ്യങ്ങളെ മൂർത്തമായ വലിയ ലക്ഷ്യങ്ങളാക്കി മാറ്റി അതിനുള്ള വഴികൾ കാണിച്ചു കൊടുത്ത് അവർക്കുള്ള ദിശാബോധം നൽകുന്ന ടോർച്ചുകളായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുമുള്ള ആളുകളിലേക്ക് അങ്ങനെയൊന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മെന്ററാകുന്നത്. അതിന് ഏറ്റവും വലിയ താക്കോൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്. ട്രസ്റ്റ് മാത്രമല്ല, ഞാൻ അതിന് പറ്റുന്നവരാണ്, ഇയാളോട് ഇത് പറയാം എന്ന് അവരുടെ മനസ്സിലേക്ക് കയറാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. ആ ഒരർത്ഥത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ എല്ലാവരിലും ജീവിതത്തിന്റെ മുന്നോട്ട് പോകാൻ അവർക്ക് പ്രതീക്ഷകൾ നൽകുന്ന, അവർക്ക് ഊർജം നൽകുന്ന അങ്ങനെയൊന്നുണ്ട്, അങ്ങനെയൊന്നില്ല എന്നല്ല, അങ്ങനെയൊന്നുണ്ട് എന്ന പോസിറ്റീവ് മെന്റാലിറ്റിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുന്നവരാകണം
നമ്മൾ എന്നാണ് ഈ ഒരു പ്രഭാതത്തിലെ ഈ ഒരു സമയത്ത് ഡി വിഷൻ എന്ന ഈ പ്രോഗ്രാമിൽ ഈ ഒരു വിഷയം സെലക്ട് ചെയ്യാൻ കാരണം ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ചുറ്റും ഉള്ളവരോട് നമുക്ക് തന്നെയും നമ്മുടെ മനസ്സിലോട് പറയാൻ പറ്റണം അങ്ങനെയൊന്നുണ്ട്. ഇനി മുതൽ ഒരാള് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെയൊന്നുണ്ട്. ചില കാര്യങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്, അത് ഇന്ന സമയം കൊണ്ട് തീർക്കേണ്ടതുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം. നമുക്കും അങ്ങനെയൊന്നുണ്ടാകണം. ഓരോ നമ്മുടെ ഇനിയുള്ള ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക്, ഒന്നുമില്ല എന്ന് തോന്നുന്നവരിലേക്ക് അങ്ങനെയൊന്നുണ്ട്, ചെയ്തു തീർക്കേണ്ട പലതുമുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതോടൊപ്പം അവരുടെ ജീവിതം സാർത്ഥമാകുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ഇനി അങ്ങോട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ അവർക്ക് ഗൈഡാകുന്ന രീതിയിൽ, പ്രചോദിപ്പിക്കുന്ന രീതിയിൽ മാറാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ ഒരർത്ഥത്തിൽ പരസ്പരം മെന്റർമാരാകുന്ന രീതിയിൽ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഊർജമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാനെൻ്റെ ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഡിവിഷന്റെ 290ാമത്തെ മഹത്തായ ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. തുടർച്ചയായ 290ാമത്തെ ദിവസം എന്ന് തീർച്ചയായും ഒരു നാഴികക്കല്ലാണ്. ഇന്ന് ലോക ഫുട്ബോളിൽ സ്പെയിൻ ലോക ഫുട്ബോളിന്റെ രാജാവായ ദിവസം. നമ്മുടെ പാർട്ടിസിപ്പൻസ് കുറച്ച് കുറവാണ്. എല്ലാവരും തീർച്ചയായും ഫൈനൽ കാണാൻ ഇരുന്നതായിരിക്കും കാരണം എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ ക്ലാസ് സമീർ സാറിന്റെ ക്ലാസ് അങ്ങനെയൊന്നുണ്ട്. വളരെ കൗതുകം നിറഞ്ഞൊരു ടോപ്പിക്കാണ്. അത് കണ്ടപ്പോൾ തന്നെ ആലോചിച്ച് എന്തായിരിക്കും സാർ ഉദ്ദേശിച്ചത് എന്ന്. അങ്ങനെയൊന്നുണ്ട്. നമ്മൾ സാധാരണ സ്വതവേ എല്ലാവരോടും പറയുന്നൊരു മറുപടിയാണ്. എന്തൊക്കെയുണ്ട് ചോദിക്കുമ്പോൾ ഹേയ് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നത് ഒരേ ഒരു താളത്തിലായിരിക്കില്ല. നിരാശയോടെ പറയുന്നവരുണ്ടാകും, നിസ്സംഗതയോടെ പറയുന്നവരുണ്ടാകും, വേദനയോടെ പറയുന്നവരുണ്ടാകും. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാറില്ല എന്നതാണ് വാസ്തവം. ഇന്നത്തെ ഈ ഒരു സെഷൻ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വഴി തുറക്കുകയാണ്. ഒരാൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നത് എന്ന് ചിന്തിക്കാനുള്ളൊരു പ്രേരണയായിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്ന് ശൂന്യതപ്പെട്ടു നിൽക്കുന്ന മനസ്സിനെ അങ്ങനെയൊന്നുണ്ട് എന്ന പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കും കൈപിടിച്ച് നടത്താൻ നമുക്ക് കഴിയണം എന്നൊരു വാചകത്തിൽ കൂടിയാണ് സർ ഈ സെഷൻ നമ്മളെ കൊണ്ടുപോയത്. വളരെ നല്ലൊരു ചിന്തയായി തോന്നി. നമ്മൾ സാധാരണ ചിന്തിക്കാത്തൊരു ചിന്തയായി തോന്നി. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോബിൻ ശർമ്മയുടെ നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും എന്ന പുസ്തകത്തിൽ ഒരു ഇറ്റാലിയൻ സിനിമയെ കുറിച്ച് പറയുന്നുണ്ട്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു ഇറ്റാലിയൻ സിനിമയെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ഉള്ളത് ഒരു അച്ഛനും മകനുമാണ്. വളരെയധികം പരസ്പരം സ്നേഹിക്കുന്ന അച്ഛനും മകനും. അവർ വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന സമയത്ത് അവരെ നാസിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുന്നതിന് വേണ്ടി ഒരു തീവണ്ടിയിൽ കയറ്റി വിടുകയാണ്. നമ്മൾ കുറെ വായിച്ചതാണ് ആ തീവണ്ടിയെ കുറിച്ചും ആ ക്യാമ്പിനെ കുറിച്ചും ഒക്കെ. അവിടെയുള്ള നരകയാതനയെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ ആ ക്യാമ്പിലെ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം, ഏതു നരകയാതനയും അനുഭവിക്കേണ്ടി വന്നേക്കാം എന്ന ആ ഒരവസ്ഥയിലും ആ അച്ഛൻ തൻ്റെ മകനെ സന്തോഷിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ചാണ് ആ സിനിമയിലുള്ളത്. വളരെ മനോഹരമായ മുഹൂർത്തങ്ങൾ. അങ്ങനെയൊന്നുമില്ല എന്നൊരു ശൂന്യതയിൽ നിന്നും അങ്ങനെയൊന്നുണ്ട് എന്നൊരു നിലയിലേക്ക് ആ അച്ഛൻ തന്റെ മകനെ കൊണ്ടുപോയതായിരിക്കാം എന്നൊരു തോന്നല് ഇപ്പോൾ സാറിന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നു. ഒന്നുമില്ലാത്തൊരു ശൂന്യതയിൽ നിന്നും എന്തൊക്കെയോ ഉണ്ട് എന്നൊരു പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും കൈപിടിച്ചു നടത്തുന്ന ഒരു വാക്കാണ് അങ്ങനെയൊന്നുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനെയൊന്നുണ്ട് എന്ന് നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മളോട് സ്വപ്നങ്ങളും വേദനകളും പ്രതീക്ഷകളും പങ്കുവെക്കുന്നവർക്ക് അങ്ങനെയൊന്നുണ്ട് എന്ന വലിയൊരു
പ്രതീക്ഷയുടെ ചിന്തയുടെ വാതിൽ തുറന്നു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ പ്രത്യാശിക്കുകയാണ്. ഈ പുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം ഉയരും എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങൾ എത്രമാത്രം അധ്വാനിച്ചു എന്നതായിരിക്കില്ല, മറിച്ച് നിങ്ങൾ എത്ര നന്നായി ചിന്തിച്ചു എന്നതായിരിക്കുമെന്ന്. ചിന്തകളുടെ അഭാവം കൊണ്ടാണോ പ്രതീക്ഷയുടെ അഭാവം കൊണ്ടാണോ അങ്ങനെയൊന്നുമില്ല എന്ന് വാക്കിലേക്ക് അവർ എത്തിപ്പെട്ടത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതില് ആ ചിന്തകളെ മാറ്റിക്കൊണ്ട് അങ്ങനെയൊന്നുണ്ട് എന്നൊരു പ്രതീക്ഷയിലേക്ക് എത്തിക്കാൻ നമുക്ക് പ്രത്യാശിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. സാറിന് സിജിയുടെയും ഡിവിഷൻ ടീമിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നും നമ്മുടെ ബലമായി കൂടെയുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഡയറക്ടർ ന്യൂസിയ മേഡത്തിനും നസീബ മേഡത്തിനും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നാളെ മറ്റൊരു പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. താങ്ക് യു.